എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. അതുപോലെ തന്നെ NSQF ഫസ്റ്റ് ഇയർ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷാഫലവും അതുപോലെ തന്നെ VHSC ഫസ്റ്റ് ഇയർ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷാഫലവും പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാവുന്നതാണ്. ഈ ഒരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് ജസ്റ്റ് പറഞ്ഞു തരാം. പുതിയ വെബ്സൈറ്റാണ് results.hsc.kerala.gov.in/results/ എന്ന് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ബ്രൗസറിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലായിട്ട് ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു പേജിൽ പ്രവേശിച്ച ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ കാണാൻ സാധിക്കും 3 റിസൾട്ടാണുള്ളത്. ഒന്ന് HSCയുടെ അതായത് ഈ ഒരു ഹയർ സെക്കൻഡറിയുടെ ഫസ്റ്റ് ഇയർ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷാഫലവും അതുപോലെ തന്നെ VHSCയുടേത്, അതുപോലെ തന്നെ VHSC NSQF ഉണ്ട്, അതുപോലെ തന്നെ VHSC അതായത് സാധാരണ VHSCയുടെ റിസൾട്ടും ഉണ്ട്. അതായത് ആദ്യമുള്ളത് HSC ആണ്, രണ്ടാമതുള്ളത് VHSC NSQFൻ്റെ ഇതാണ്, അതുപോലെ തന്നെ മൂന്നാമതുള്ളത് VHSCയുടെ ഇതാണ്. അപ്പോൾ ഈ രീതിയിൽ ഫസ്റ്റ് ഇയർ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷാഫലം നിങ്ങൾ അറിയാനായിട്ട് ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ അതായത് ഇവിടെ ആക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അവിടെ ചെക്ക് റിസൾട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് HSCയുടേതാണോ VHSCയുടെ ആണോ അല്ലെങ്കിൽ VHSC NSQF ആണോ ഏതാണ് അറിയേണ്ടത് അത് കറക്റ്റായിട്ട് നോക്കിയിട്ട് നിങ്ങൾ ചെക്ക് റിസൾട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ നൽകുക. ഡേറ്റ് ഓഫ് ബർത്ത് നൽകാനായിട്ട് ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അതല്ലെങ്കിൽ ഇതേ രീതിയിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കലല്ല, ജസ്റ്റ് നിങ്ങൾ ഈ ഒരു രീതിയിൽ നീക്കിയിട്ട് നിങ്ങൾ ഏത് മാസമാണ് ജനിച്ചത്, ഏത് ദിവസമാണ്, അതുപോലെ തന്നെ ഏത് ഇയറിലാണ് ജനിച്ചത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഒരു ക്യാപ്ച കൊടുക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാപ്ച എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാം. അപ്പോൾ അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല എങ്കിൽ സൈഡിലായിട്ട് ഇതുപോലെ ഒരു റിഫ്രഷ് അല്ല ഈ ഒരു വീണ്ടും വരാനായിട്ടുള്ള അത് റിഫ്രഷ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ആ ഒരു ക്യാപ്ച കോഡ് വരും. അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചെക്ക് റിസൾട്ട്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു റിസൾട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്, അതായത് ദ PDF ഡൗൺലോഡ് ബട്ടൺ വിൽ ബി ഇനേബിൾഡ് അറ്റ് 5/5/2025 18 എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 18 എന്ന് പറയുമ്പോൾ ഏകദേശം 5 മണിയാണെന്നാണ്. അതായത് 5 മണിയല്ല 6, അതായത് 6 മണിയോടെയാണ് ഇതിൽ PDF ഡൗൺലോഡ് ചെയ്യാനുള്ള ബട്ടൺ ഇനേബിൾ ആവുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് നിലവിൽ സ്ക്രീൻഷോട്ട് എടുക്കാം. ഈ ഒരു 6 മണിക്ക് ശേഷം നിങ്ങൾക്ക് PDF രൂപത്തിൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതും ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മലയാളം ഭാഷയിൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇവിടെ താഴെയായിട്ട് മലയാളം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതായത് ആ ഒരു എല്ലാ ഫങ്ഷൻസും ഇതിൽ ഇനേബിൾ ആയിട്ടില്ല. ഇത് പുതിയ വെബ്സൈറ്റ് ആയതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.